രാജുവേട്ടനൊക്കെ ഒരു കണ്ടിട്ടുണ്ടാവും ഒരു സീൻ, ഒരു 3 വർഷത്തിന് ശേഷം മീറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്, സീക്വൻസ് ഉണ്ട്. അതിലൊക്കെ നമ്മൾ എന്താ പറയാ, രാജുവേട്ടൻ ഇങ്ങനെ തരിക എനർജി, വല്ലാത്തൊരു എനർജി ഇങ്ങോട്ട് തരിക, നമ്മളത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ട്, മനസ്സിലാവും ഏത് ജിമ്മി ചായന്റെ തോളിൽ കിടന്നിട്ടാണ് ഞാൻ വളർന്നത്. ഈ ഹക്കീം എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ആ ഒരു മരണം, നമ്മള് വായിച്ച ഒരു മരണമുണ്ട്, അത് സ്ക്രീനിൽ കാണുമ്പോൾ ഇങ്ങനെയും മരിക്കുമോ, ഇങ്ങനെ ആയിരുന്നു ശരിക്കും ഹക്കീം മരിച്ചത് എന്നുള്ള ഒരു ഉള്ളിൽ നിന്നൊരു സാധനം വരില്ല. ഈ ഒരു അവസാനത്തെ ആ സീനുകളും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് അതിന് മുന്നേ ബ്ലസ്സി സാറ് വിളിച്ചിട്ട് എടുക്കുന്നതിന് തൊട്ട് മുന്നേ ബ്ലസ്സി സാറ് വിളിച്ചിട്ട് ഒരു പെപ് ടോക്ക് തന്നിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹക്കീമിന്റെ ഇതുവരെയുള്ള യാത്രകള്, ഇതുവരെയുള്ള കാര്യങ്ങള്. ഒരു സാധാരണ മനുഷ്യന് വെള്ളമില്ലാതെ ജീവിക്കുമ്പോൾ, വെള്ളം ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ കഴിയുമ്പോൾ ഹൈഡ്രേഷൻ തുടങ്ങും. അതുപോലെ 12 മണിക്കൂർ കഴിയുമ്പോൾ കൺഫ്യൂഷൻ തുടങ്ങും. അങ്ങനെ 24 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങനെ ആ മനുഷ്യന് ഒരു കുറച്ച് മേ ബി സീഷർ സംഭവിക്കാം, അപസ്മാരം സംഭവിക്കാം. കുളിക്കാണ്ട് നിന്നിട്ടുണ്ട് 15 ദിവസം. +2 കഴിഞ്ഞ സമയത്താണ് ഇത്രയും വലിയൊരു പ്രൊജക്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ യൂഷ്വലി ഇത് ബ്ലസ്സി സാറിനോട് പറഞ്ഞിട്ടുണ്ട്, അധികം പേരോട് പറയണ്ട. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളൊരു ഗസ്റ്റ്, നമ്മളിപ്പോൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്ത് ഫൈനലി ആടുജീവിതം റിലീസായിരിക്കുകയാണ് ഇന്ന്. ആടുജീവിതം റിലീസാകുമ്പോൾ നമുക്ക് ഓൾറെഡി ക്യാരക്ടേഴ്സിനൊക്കെ അറിയാം, പക്ഷെ എന്നാലും ഇന്ന് സിനിമയുടെ റിലീസിൻ്റെ കൂടെ തന്നെ ആ വ്യക്തിയും കൂടി നമ്മൾ മലയാള സിനിമ നമ്മുടെ പ്രേക്ഷകർക്കിടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും ആ നോവൽ വായിച്ചവർക്കറിയാം, ആ ഹക്കീം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു വിങ്ങലായിരിക്കും. സോ ആ ക്യാരക്ടർ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന ഗൂഗിളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ വെൽക്കം. താങ്ക് യു. സോ ഹാപ്പിയാണ് ഇപ്പോൾ? ഭയങ്കര ഹാപ്പിയാണ്, പ്രൗഡാണ്. ആടുജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരുപാട് ഹാർഡ് വർക്കിങ്ങും കുറേ സ്ട്രഗിൾസും എല്ലാം കഴിഞ്ഞ് ഫൈനലി ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ഗൂഗിൾ ഹക്കീമായിട്ട് ജീവിച്ചതും നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. സോ ഹൗ ഡു യു ഫീൽ നൗ? പ്രൗഡ് ഒബ്വിയസ്ലി. ഇത്രയും കുറച്ച് കാലത്തെ നമ്മുടെ എഫേർട്ടും കാര്യങ്ങളും ഹോൾ ടീമിന്റെ, എൻ്റെ മാത്രമല്ല ഹോൾ ടീമിന്റെ കുറച്ച് കാലത്തെ നമ്മുടെ സ്വപ്നങ്ങളാണിത്. പിന്നെ എന്നെ സംബന്ധിച്ചും എൻ്റെ സ്വപ്നമാണല്ലോ. ആ സ്വപ്നം ഒന്ന് സാക്ഷാത്കരിച്ചൊരു, പിന്നെ ആ വനിതയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കുറേ പേരുടെ ഹഗ്സ്, ഒരു എന്താ പറയുക, ഒരു വേർഡ് പോലും പറയാതെ കിട്ടിയ ഹഗ്സ്, ആ ഹഗ്സ് കുറേയൊക്കെ മീൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇമോഷണലും പ്രൈസ്ലെസ് ആയിട്ടുള്ള, എന്നും ഇനി വരുന്ന ജീവിതങ്ങളിൽ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഓർത്തു വെക്കാൻ പറ്റിയ ഒരു മൊമെൻ്റാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇന്ന് ഹക്കീമിന്റെ കൂടി ഗോകുലിന്റെ കൂടി ദിവസമാണ്. ഇപ്പോൾ എങ്ങനെയായിരുന്നു ആടുജീവിതത്തിലേക്കുള്ള ഒരു എങ്ങനെ എത്തിപ്പെട്ടത്? എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ്? ഓഡീഷൻ വഴിയാണ് എത്തിപ്പെട്ടത്. +2 കഴിഞ്ഞ ഉടനെ, കോളേജിൽ ചേർന്ന ഉടനെ ഇതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ കലാജാഥ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യാറുണ്ട്. ഇതുപോലെ സ്കിറ്റ്, പാട്ട്, ഡാൻസ് എന്നുള്ള ഒരു കൊളാബറേഷൻ, അതിൻ്റെയൊക്കെ ആയിട്ട് എല്ലാ കോളേജുകളിലും പോയിട്ട് നമ്മൾ അവതരിപ്പിക്കും. അപ്പം അതിൻ്റെ ഇടയിലാണ് വിളിക്കുന്നത്. ശാന്തേട്ടൻ എന്ന് പറഞ്ഞൊരു നാടകക്കാരുണ്ട് നമ്മുടെ കോഴിക്കോട്. അപ്പോൾ ആ ആളോട് ഒരു ആളെ വേണമെന്ന് പറഞ്ഞു, ഒരു ഇന്നസെന്റ് ലുക്കുള്ള നിഷ്കളങ്കനായ ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആളെ ഞാൻ നോക്കിയിട്ട് കൊള്ളാലോ എന്നുള്ള രീതിയിൽ, അങ്ങനെ അത്യാവശ്യം ഇന്നസെന്റ് കുഴപ്പമില്ലാത്ത ലുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു, അവർ തിരിച്ചു വിളിച്ചു. എന്നിട്ട് കൊച്ചിയിലേക്ക് വരാൻ പറഞ്ഞു. ബ്ലസ്സി സാറിൻ്റെ പണ്ടൊരു മംഗള ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അവിടേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ പോയിട്ട് ആദ്യം തന്നെ ബ്ലസ്സി സാറ് ചോദിച്ചു പേരും നാടെവിടെയാണ് സ്ഥലം. അതെ, അത് കഴിഞ്ഞിട്ട് എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഫ്രീ ചോയ്സ്, എന്തും ചെയ്യാം, എന്തെങ്കിലും ചെയ്യുന്നു. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ചോദിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലിട്ട് ഒരു സാധനം ഒന്ന് ചിന്തിച്ചപ്പോൾ എന്തോ പെട്ടെന്നൊരു ജയിൽ പുള്ളിന്റെ സാധനം ചെയ്യാൻ തോന്നി. അതായത് സ്വന്തം അമ്മേനെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളി, പക്ഷെ അമ്മേനെ കൊന്നത് ആ ജയിൽ പുള്ളി അല്ല. അങ്ങനെ ആ ഒരു സംഭവം ബ്ലസ്സി സാറെ അടുത്ത് പറഞ്ഞു ചെയ്ത, ഞാൻ എൻ്റെ അമ്മേനെ കൊന്ന കുറ്റത്തിന് ആണ് ഞാൻ ഈ ജയിലിൽ കിടക്കുന്നത്, എൻ്റെ അമ്മേനെ കൊന്ന ഞാനല്ല എന്നുള്ള രീതിയിലൊക്കെ എന്തോ ഒരു ആക്ടിങ് പീസ് ഞാൻ ചെയ്തതാണ്.
അത് പ്ലസ് സാർക്ക് ചെറിയൊരു ഇതിൽ ഇഷ്ടപ്പെട്ടു. ആ ഒരു റൂമിലുള്ള മൊത്തത്തിലൊരു മൂഡ് മാറിയ പോലെ തോന്നി. ആളുടെ മുഖത്തും ഒക്കെ ഒരു മാറ്റം ഉണ്ടായ പോലെ തോന്നി. പിന്നോട് ചോദിച്ചതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, സംസ്ഥാന കലോത്സവത്തില് ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ ഒരു സിനിമയിലെ ഒരു പിവോട്ടൽ ഒരു സീൻ ഉണ്ടല്ലോ, ഞാൻ പറയുന്നില്ല കേട്ടോ, സ്പോയിലറാണ്. അതുകൊണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ സീന് എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ട് ഇതൊന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ എന്നിട്ട് അതൊന്ന് വായിച്ചു, ഒന്ന് കംപ്രഹെൻസ് ചെയ്ത മനസ്സിൽ, എന്നിട്ട് അവിടെ ഒരു പെർഫോമൻസ് ചെയ്ത് അതൊക്കെ ഒരു ഷൂട്ട് ചെയ്തു. എന്നോട് സാർ പറഞ്ഞു ഓക്കെ വിളിക്കാന്നുള്ള രീതി പറഞ്ഞു. അതായത് ഒരു പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും അല്ലാത്തൊരു ന്യൂട്രൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് അന്ന് ബസ് സാറ് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തോ ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ന്യൂട്രൽ ആയിട്ട് കൺഫർമേഷൻ ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ തിരിച്ച് നാട്ടിൽ പോയി. അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ആടുജീവിത പുസ്തകം വാങ്ങി വായിച്ചു. എല്ലാ മലയാളികളെയും പോലെ 3 മണിക്കൂർ ഒറ്റയിരുപ്പിന് ഇരുന്ന് അങ്ങനെ ഒരു പുസ്തകമാണല്ലോ, ഒരു റൈഡായിട്ട് പോകുന്നൊരു ഇമോഷണൽ റൈഡായിട്ട് പോകുന്നൊരു പുസ്തകമാണ്. അത് വായിച്ചു. 2 ആഴ്ചക്ക് ഇപ്പുറം ഒരു ഇതേപോലെ ആ കലാജാഥ പറഞ്ഞില്ലായിരുന്നു, കലാജാഥയെ ഒരു കോളേജിൽ പെർഫോം ചെയ്തിട്ട് നേരെ ബസ് കയറി ഇരിക്കുമ്പോഴാണ് എനിക്ക് കോള് വരുന്നത്, സെറ്റായെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് AD വിളിക്കുന്നു, കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ പോയിട്ട് സാറ് പറഞ്ഞു ഇതൊരു യാത്രയാണ്, ഒരു തിരമാലകളുള്ള വലിയൊരു കടലിൽ നമ്മൾ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന പോലെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ള യാത്ര. ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും, ഒരുപാട് കാത്തിരിപ്പുണ്ടാവും, ചിലപ്പോൾ പേമാരികൾ വരാം, ചിലപ്പോൾ നമ്മൾ ആടി ഒലയാം, പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ഇല്ലാതെ ധൈര്യം കവിവിടാതെ നമ്മൾ ഇരിക്കേണ്ടി വരും, കുറെ കഷ്ടപ്പാട് നീ സഹിക്കേണ്ടി വരും. ഈ യാത്രക്ക് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടോ? നിന്റെ കൂടെ എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും, എല്ലാ സഹായത്തിനും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ ഓഫ്കോഴ്സ് ഞാനുണ്ട്, ഞാൻ ഈ യാത്രയ്ക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു, സെലക്ട് ആയി. ഓക്കെ, അതിനുശേഷം ഈ ബുക്ക് വായിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ബുക്കിലൊരു ഹക്കീം ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഇമ്പോർട്ടൻസും ഒരു സീരിയസ്നെസ്സും എല്ലാം മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആലോചിച്ചിരുന്നു എങ്ങനെ ഞാനത് ചെയ്യും, പ്രേക്ഷകർ എങ്ങനെ അത് ഏറ്റെടുക്കും, ആ ഒരു സാധനം എനിക്ക് പുൾ ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാധനം മൈൻഡിലൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്നെ പോലുള്ളൊരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്ക്, ഒരു ആക്ടറിന് ഇത് ഹക്കീം എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ എല്ലാ മലയാളികളെയും പോലെ ആ ആടുജീവിതം കഥ വായിച്ച് ഹക്കീം ഒരു നൊമ്പരമായിട്ടുള്ള ഒരാളാണ് ഞാനും പേഴ്സണലി. അപ്പോൾ ആ ഒരു കഥാപാത്രം എൻ്റെ കയ്യിലേക്ക് ബ്ലസ് സാറ് ഏൽപ്പിക്കുമ്പോൾ അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സാധനമാണെന്നുള്ളൊരു ഉത്തരവാദിത്വം ആണെന്നുള്ളതും ഒരു ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഹാർഡ് വർക്ക് ബീറ്റ്സ് ദ ടാലന്റ് എന്നൊരു ചൊല്ലില്ലേ, അതിനുവേണ്ടി എൻ്റെ മാക്സിമം ഞാൻ കൊടുത്തു, ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ ആ ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ കുറേ സംശയങ്ങളൊക്കെ എന്താ പറയാ മാറി. പിന്നെ അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ആടുജീവിതത്തിന്റെ ഫസ്റ്റ് നമ്മൾ ജോർഡാനിലെ അടുത്ത് തടിച്ച ആ ഒരു കോലത്തിലുള്ള ആ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടിയ കുറെ കോംപ്ലിമെന്റ്സും, അതായത് നമുക്ക് കോംപ്ലിമെന്റ്സ് തരുന്ന ആരൊക്കെയാണ്, ബ്ലസ് സാറ്, രാജുവേട്ടനും, പിന്നെ റോബിൻ ഭായ്, ഇങ്ങനെ വെറ്ററൻസ് ആയിട്ടുള്ള DOP, അങ്ങനെ എല്ലാവരുമാണ് നമുക്ക് തരുന്നത്, കോംപ്ലിമെന്റ്സ് തരുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആക്ടറിന് അത് കിട്ടിയൊരു മൊറാൽ ബൂസ്റ്റ് ഉണ്ട്, കോൺഫിഡൻസ് ബൂസ്റ്റ് ഉണ്ട്. ആ ഒരു ബൂസ്റ്റിങ്ങിലാണ് പിന്നീടുള്ള ഇന്റൻസ് ആയിട്ടുള്ള 3 വർഷത്തിന് ശേഷമുള്ള ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയായിരുന്നു ഇവർ തന്ന ഈ കോംപ്ലിമെന്റ്സ്. അപ്പോൾ അതിന് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ഇവരൊക്കെ കൂടി എന്നെ കംഫോർട്ട് ആക്കിയിട്ട് ആ സെറ്റിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആള് ഞാനായിരുന്നു എപ്പോഴും. അതായത് ആദ്യം പോയപ്പോഴും ലാസ്റ്റ് പോയപ്പോഴും ആ സെറ്റിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആള് ഞാനായിരുന്നു. അപ്പോൾ അവര് എല്ലാവരും, ഈ സെറ്റിലുള്ള എല്ലാവരും കേട്ടോ, അവര് എനിക്ക് തന്നൊരു കെയറും പാമ്പറിങ്ങും ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഒരു അനിയനെ പോലെയും മകനെ പോലെയൊക്കെ എന്നെ പാമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ കംഫോർട്ടാണ്, ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫീലാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തും പറയാന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ് അവർ നമുക്ക് തരുമ്പോൾ നമ്മൾ കംഫോർട്ട് ആവാണല്ലോ. ആ കംഫോർട്ട്നെസ്സിൽ നിന്നിട്ട് എനിക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പക്ഷേ ആ ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അത് ഭയങ്കര റിസൾട്ട് അതിന് വന്നു. കാരണം ഈ കഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഥ വായിക്കുമ്പോൾ ഹക്കീം എപ്പോഴും നമുക്കൊരു നൊമ്പരമാണ്. ഈ മണലാരണ്യങ്ങളിൽ പൊലിഞ്ഞു പോയവൻ ഹക്കീം എന്നൊക്കെ ഒരു ടാഗ് ലൈൻ കൊടുക്കാമല്ലോ നമുക്ക് ആ ഒരു ക്യാരക്ടറിന്. കണ്ടിറങ്ങിയപ്പോഴും ഇനി നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒരു ഹക്കീമുണ്ട്, പക്ഷെ ഇനി അങ്ങോട്ട്
ഹക്കീമിന്റെ ഫേസ് ഇതാണ്, ഗോകുലാണ് ഇനി അങ്ങോട്ട് ആടുജീവിതത്തിൽ ഹക്കീം. ശരിക്കും ആ ഒരു ലേബല് ഒരു അതും ഫസ്റ്റ് മൂവിയിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഇസ് എ ബ്ലെസ്സിങ്. അത് ഭയങ്കര ഒരു സംഭവമാണ്. അത് ഇത്രയും നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഭയങ്കര ഒരു അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജേട്ടന്റെ കുറെ എന്താ പറയാ ഹാർഡ് വർക്കും മേക്ക് ഓവേഴ്സും ഡെഡിക്കേഷനും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഹക്കീം എന്ന ക്യാരക്ടറിന് വേണ്ടി ഗോകുലും കുറെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ രാവിലെ വരുന്ന സമയത്ത് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. കാരണം ആ സിനിമയിൽ ഇപ്പം മരുഭൂമിയിൽ ആ ഒരു സഫറിങ് ചെയ്യുന്ന ആ ഒരു ടൈമിലുള്ള ഒരു ഹക്കീം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ശരിക്കും അത്രയും വേറൊരു മനുഷ്യനായി മാറി. അപ്പൊ എങ്ങനെയായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ഡെഡിക്കേഷൻ, എന്തൊക്കെ വർക്ക്ഔട്ട്സ് ചെയ്ത്, എന്തൊക്കെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ, ആ ഒരു ചേഞ്ചിന്? അത് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം രാജുവേട്ടൻ്റെ ട്രെയിനർ ഉണ്ട് അജിത്തേട്ടന്. അപ്പോൾ അജിത്തേട്ടനെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ അത് ചോദിച്ചു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ, ഡയറ്റൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. പിന്നെ അമ്മയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഡയറ്റീഷ്യൻസ് ആയിട്ടുള്ള, അവരോടൊക്കെ ചോദിച്ചു എന്തൊക്കെയാണ് കഴിക്കാനാണ് ഇപ്പോൾ ഹെൽത്തി ആയിട്ട് എങ്ങനെ കുറയ്ക്കാന്നുള്ള രീതിയിൽ ചോദിച്ചു. ആദ്യം ആദ്യത്തെ ഒരു പ്രയർ 4 മന്ത് പ്രയറാണ് ഞാൻ ഈ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള വെയിറ്റ് ലോസിങ് തുടങ്ങി ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ. ആദ്യത്തെ ഒരു മാസം 1500 കാലറീസ്, രണ്ടാമത്തെ മാസം 1000 കാലറീസ്, പിന്നെ മൂന്നാമത്തെ മാസം 500 കാലറീസ്. എന്നിട്ടും ഒരു എന്താ പറയാ കവിളിലൊക്കെ ഒരു തുടിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ബ്ലസ്സി സാർ ഒരു മേക്കപ്പ് ടെസ്റ്റിനൊക്കെ വേണ്ടി പോയപ്പോൾ അന്ന് ബ്ലസ്സി സാറും അന്ന് രഞ്ജിത്തേട്ടനൊക്കെയാണ് മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ ചെയ്തത്. രഞ്ജിത്തേട്ടൻ നമ്മുടെ മേക്കപ്പ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കുറച്ചും കൂടി ഒന്ന് കുറയാനുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്തു, അൺഹെൽത്തി ആയിട്ടുള്ള രീതി പിടിക്കാന്നുള്ള രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ ഒരു വാട്ടർ ഡയറ്റ് എടുക്കാന്നുള്ള രീതിയിൽ, വാട്ടർ മാത്രം, വാട്ടറും കോഫി ആൻഡ് വാട്ടർ, അങ്ങനെ 3 ദിവസം ആ രീതിയിൽ ചെയ്ത് നോക്കി. ലാസ്റ്റ് 15 ഡേയ്സ് ഷൂട്ട് തുടങ്ങുന്ന ലാസ്റ്റ് 15 ഡേയ്സിൽ ആ ഫസ്റ്റ് 3 ഡേയ്സ് ഇതുപോലെ വെള്ളവും കോഫിയും മാത്രം കുടിച്ചിട്ട് സർവൈവ് ചെയ്ത് ആ 3 കംപ്ലീറ്റ്ലി. അതേപോലെ തന്നെ ഈവനിങ്സിൽ ഞാൻ ഓടാനും പോകും, മസിൽ ഷ്രിങ്ക് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു സമയത്ത് 3ാമത്തെ ഡേ നൈറ്റ് ഞാൻ കൊളാപ്സ് ആയി. അങ്ങനെ കൊളാപ്സ് ആയിട്ട് എനിക്കപ്പോൾ മനസ്സിലായി, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എണീച്ചിട്ട് മനസ്സിലായി നമുക്ക് ആളുണ്ടെങ്കിൽ ഈ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര അൺഹെൽത്തി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആള് തട്ടിപ്പോവും. അപ്പോൾ അതിനുശേഷം കുറച്ച് പഴച്ചാറുകളും കുബൂസ് പച്ചവെള്ളത്തിലൊക്കെ മുക്കിയിട്ട് കുബൂസ് മാത്രം തിന്നുള്ള അത് ഹക്കീമും ആ ഒരു വേദനകളിലൂടെയും യാതനകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരനുഭവിച്ച ആ ഒരു കഷ്ടപ്പാടുകൾ അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും നമ്മൾ അനുഭവിച്ചാലല്ലേ നമുക്കത് സ്ക്രീനിൽ പോർട്രേ ചെയ്യുമ്പോൾ അത്രയും മികച്ചതാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ട്. കുളിക്കാണ്ട് നിന്നിട്ടുണ്ട് 15 ദിവസം. എങ്ങനെയാണ് ഈ കുളിക്കാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഒരു പിടിക്കാൻ വേണ്ടി, ഒരു ഇമോഷണൽ മെമ്മറി എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് ഷെഡ്യൂളിന് ഷൂട്ടിന് പോയപ്പോൾ രാജുവേട്ടനെ കണ്ട് കൈ കൊടുത്ത് ഹഗ് ചെയ്യാൻ പോയപ്പോൾ നീ കുളിക്കാത്ത ആ രീതിയിലൊക്കെ അത് തമാശക്കിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ലോക സിനിമയിൽ തന്നെ കുറേ അധികം ആളുകൾ ഇങ്ങനെ കുറേ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ബെയിൽ ആവട്ടെ, ഇപ്പോൾ ഫ്യൂരി എന്ന സിനിമയിൽ ഒരു നടൻ സപ്പോർട്ടിങ് ആക്ടർ ആ വേൾഡ് വാർ 2 മൂഡ് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൈനികർ ആ സമയത്തൊക്കെ കുളിക്കാതെ ആയിരിക്കുമല്ലോ നിൽക്കുക വേൾഡ് വാർ 2 സമയത്തൊക്കെ. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് 1 മാസത്തോളം കുളിക്കാണ്ടൊക്കെ നിന്നിട്ടുണ്ട് ഒരു ആക്ടേഴ്സ്. സോ ഓരോ ആക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ അത് നമുക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ആ ജോർഡനിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഇൻസ്പിറേഷൻ നോക്കാൻ വേറെ ആരും ആവശ്യമില്ലായിരുന്നു. രാജുവേട്ടനെ തന്നെ അങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു എന്നുള്ള കാര്യം അങ്ങനെ വന്നത്. അത്രയും ആളും അത്ര ഹാർഡ് വർക്കും ഡെഡിക്കേഷനും അതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് കാണാലോ സിനിമ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടു. അപ്പം ഈ പറഞ്ഞ പോലെ രാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു നിങ്ങൾ തമ്മിൽ കുറേ സീൻസും കുറേ ടൈം, ആക്ച്വലി നിങ്ങളാണ് ആ സിനിമയിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇബ്രാഹിം ഖാദ്രി, ജിമ്മി. അപ്പം ആ ഒരു കോമ്പിനേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം ജിമ്മിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്? ആളും ഇന്ത്യൻ ഫിലിമിൽ ആദ്യമായിട്ട് ആക്ട് ചെയ്യുന്നതാണ്, ആളും ഒരു ഇന്റർനാഷണൽ ആക്ടറാണ്. അപ്പം ആ ഒരു കോംബോ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനൊരു ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ട്. ഇപ്പൊ ജിമ്മി ചായന്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഒരു എന്താ പറയാ, നമ്മൾ ഹോളിവുഡ് എന്തോ ഒരു സബ്റ്റിലായിട്ടുള്ളൊരു കുറേ സാധനങ്ങളാണ് ജിമ്മി ചായന്റെ കയ്യിൽ നിന്നുള്ള സാധനം. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ആക്ടിങ്ങിന്റെ ഒരു രീതി എങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ മലയാളികൾ എക്സ്പ്രസീവ് ആണല്ലോ, നമ്മൾ ഹോളിവുഡിൽ നമ്മൾ ഇംഗ്ലീഷുകാരെക്കാൾ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആണല്ലോ. അതുകൊണ്ട് നമ്മളെ ചെയ്യുന്ന കാര്യങ്ങൾക്കും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും നമ്മുടെ മലയാളികളുടെ. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു എന്താ പറയുക, ആ ഒരു നാട്ടിലുള്ള ആളുടെ ഒരു ഫീലിങ്ങും
ഇമോഷൻസ്, ആ ഒരു രീതിയിലുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സാധനങ്ങളൊക്കെയാണ് ആളുടെ കണ്ണിന്നും ഇവിടുന്നൊക്കെ വരിക. ഇപ്പോൾ രാജുവേട്ടനൊക്കെ ഒരു കണ്ടിട്ടുണ്ടാവും ഒരു സീൻ, ഒരു 3 വർഷത്തിന് ശേഷം മീറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്, സീക്വൻസ് ഉണ്ട്. അതിലൊക്കെ നമ്മൾ എന്താ പറയാ, രാജുവേട്ടൻ ഇങ്ങനെ തരിക എനർജി, വല്ലാത്തൊരു എനർജി ഇങ്ങോട്ട് തരിക, നമ്മളത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. ഒരാളിങ്ങനെ തരുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ ഓർഗാനിക്കായിട്ട് സംഭവിച്ചു പോകും. അങ്ങനെ അവിടുന്ന് കൊടുക്കുന്നു, പിന്നെ രാജുവേട്ടൻ തരുന്നു, അങ്ങനെ ഒരു കൊടുക്കുക വാങ്ങുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അത് എന്നെ സംബന്ധിച്ചിട്ടും ഇങ്ങനെയൊക്കെ ഓർഗാനിക്കായിട്ട് നമ്മളങ്ങനെ പറയില്ല, ചില മൊമെന്റ്സ് ഉണ്ടാവും, ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ള മൊമെന്റ്സ് അഭിനയിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എന്നുള്ള രീതിയിൽ. അങ്ങനെ കുറേ മൊമെന്റ്സ് ഇവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ട്, മനസ്സിലാവും ഏത് ജിമ്മി ചായന്റെ തോളിൽ കിടന്നിട്ടാണ് ഞാൻ വളർന്നത്. അങ്ങനെയൊക്കെ. അപ്പോൾ അവരൊക്കെ എന്താ പറയാ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു ന്യൂ കമ്മിങ് ആക്ടർ എന്നുള്ള രീതിയിലല്ലാതെ അവര് വളരെയധികം എന്താ പറയാ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോ ആക്ടർ എന്നുള്ള രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ശരി. ഇപ്പം നമ്മളിപ്പം ലാസ്റ്റ് സീൻസ് ഒക്കെ കാണുന്ന സമയത്ത് ആ ഒരു ഈ ഹക്കീം എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ആ ഒരു മരണം, നമ്മള് വായിച്ച ഒരു മരണമുണ്ട്, അത് സ്ക്രീനിൽ കാണുമ്പോൾ ഇങ്ങനെയും മരിക്കുമോ, ഇങ്ങനെ ആയിരുന്നു ശരിക്കും ഹക്കീം മരിച്ചത് എന്നുള്ളൊരു ഉള്ളിൽ നിന്നൊരു സാധനം വരല്ലേ, ആ സാധനം ഞങ്ങൾക്ക് വന്നു. ആക്ച്വലി ഈ ചില പെർട്ടിക്കുലർ സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ആവും. അതിൽ വളരെയധികം വിജയിച്ചിരുന്നു ആ ഒരു പെർഫോമൻസിൽ. അത് നമുക്ക് കാണുമ്പോഴും ഒരു നമ്മളിങ്ങനെ സീറ്റ് എഡ്ജിലേക്ക് ഇരിക്കില്ല, ഇങ്ങനെ ആ ഒരു വൈബായിരുന്നു എനിക്ക് കണ്ട സമയത്ത്. അപ്പം ഇത് ഷൂട്ടിംഗ് ഇപ്പോൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ആൾക്കാർക്ക് അറിയാമല്ലോ ഇങ്ങനെ ഒരു മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലൊരു ഇപ്പോൾ പാരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും +2 കഴിഞ്ഞ സമയത്താണ് ഇത്രയും വലിയൊരു പ്രൊജക്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ടായി? ഇപ്പോൾ യൂഷ്വലി ഇത് ബ്ലസ്സി സാറിനോട് പറഞ്ഞിട്ടുണ്ട് അധികം പേരോട് പറയണ്ട, ഇതൊക്കെ ആൾക്കാർ കണ്ടിട്ട് അറിയട്ടെ, കണ്ടിട്ട് അറിയാനുള്ള കാര്യം സർപ്രൈസ് ആയിട്ട് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ. പാരൻസിന് ഒബ്വിയസ്ലി അറിയായിരുന്നു, ഫ്രണ്ട്സിനും എൻ്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കൾക്ക് അറിയായിരുന്നു. പിന്നെ ആരും കാണുമ്പോൾ ഈ താടിമുടിയൊക്കെ നീട്ടി നിൽക്കുന്ന കാലത്തൊക്കെ ആരും പറയാറൊന്നുമില്ലായിരുന്നു. നാട്ടിലൊരു പൊതുബോധം ഉണ്ടല്ലോ, താടിയും മുടിയൊക്കെ നീട്ടി നടക്കുന്ന ആൾക്കാരെ കുറിച്ചുണ്ടാകുന്ന ഒരു പൊതുബോധങ്ങളൊക്കെ ഉണ്ടല്ലോ, പറയാണ്ട് തന്നെ അറിയാം. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എന്താ പറയാ, ഈ ഒരു അവസാനത്തെ ആ സീനുകളും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് അതിന് മുന്നേ ബ്ലസ്സി സാറ് വിളിച്ചിട്ട് ഇപ്പോൾ ഒരു 15 ആ സീന് എടുക്കുന്നതിന് തൊട്ട് മുന്നേ ബ്ലസ്സി സാറ് വിളിച്ചിട്ട് ഒരു പെപ് ടോക്ക് തന്നിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹക്കീമിൻ്റെ ഇതുവരെയുള്ള യാത്രകൾ, ഇതുവരെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളൊരു കുറേ പെപ് ടോക്കുകൾ. പിന്നെ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. ഒരു സാധാരണ മനുഷ്യന് വെള്ളമില്ലാതെ ജീവിക്കുമ്പോൾ, വെള്ളം ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ കഴിയുമ്പോൾ ഹൈഡ്രേഷൻ തുടങ്ങും. അതുപോലെ 12 മണിക്കൂർ കഴിയുമ്പോൾ കൺഫ്യൂഷൻ തുടങ്ങും തലയിൽ. ഹാലൂസിനേഷൻ കൺഫ്യൂഷൻ അത് പിന്നീട് വരുന്നുണ്ട്. അങ്ങനെ 24 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങനെ ആ മനുഷ്യന് ഒരു കുറച്ച് മേ ബി സീഷർ സംഭവിക്കാം, അപസ്മാരം സംഭവിക്കാം. അങ്ങനെ കുറെ സയന്റിഫിക്കലി ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, യൂട്യൂബ് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് നോക്കി. അപ്പോൾ സേഷ്യർ, അതായത് അപസ്മാരമൊക്കെ നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവല്ലോ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അസംബ്ലി ഒക്കെ നിൽക്കുമ്പോൾ ഒരു കുട്ടിയൊക്കെ ഇതേപോലെ തലറങ്ങി വീണ് അപസ്മാരം പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. പിന്നെ അതേപോലെ കുതിരവട്ടത്ത് ഞാൻ NSS ഇല്ലേ, നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ട് കോളേജ് പഠിക്കുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മെന്റലി ആയിട്ടുള്ള ആൾക്കാർ ചെറിയൊരു മാനറിസം ഒക്കെ ഉണ്ട്, ചെറിയ പല്ലൊക്കെ കടിക്കുന്ന അങ്ങനെ ഒരു ഉന്മാദത്തിന്റെ അവസ്ഥയിലെത്തുമ്പോൾ ചെറിയ പല്ല് കടിക്കുന്ന ഒരു സാധനം ഉണ്ട്. അപ്പൊ അതങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ ഹക്കീമിന് ഈ ഒരു സമയത്ത് വന്നേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ബ്ലസ്സി സാറോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ വരുമോ ഇങ്ങനെയൊക്കെ. അപ്പോൾ സാറാ ശരിയാണല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് സപ്പോർട്ട് ചെയ്യും. ബ്ലസ്സി സാറും രാജുവേട്ടനോട് ഈ സേഷ്യറിന്റെ സാധനം അങ്ങനൊരു സംഭവം ചെയ്തപ്പോൾ രാജുവേട്ടനും പറഞ്ഞു അത് കറക്റ്റാണ്, അടുത്ത കണ്ടിന്യൂറ്റി ഷോട്ടിലും അത് തന്നെ ചെയ്യണം എന്നുള്ള ഇതൊക്കെ. അങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലസ്സി സാർക്ക് തന്നെ ഓൾറെഡി ഞാൻ ഈ റിസർച്ചൊക്കെ നടത്തി ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ബ്ലസ്സി സാർ ഓൾറെഡി റിസർച്ച് ചെയ്ത് അവിടെ കയ്യിലുണ്ട്. എന്നോട് പറയാ ഓരോ ദിവസവും ഇത്ര എനർജി, ഈ ഫസ്റ്റ് ഡേ ഇത്ര എനർജി ആണോ, സെക്കൻഡ് ഡേ ഇത്ര എനർജി ആണോ. ഞാൻ ഈ വെള്ളം വെച്ചിട്ട് ബ്ലസ്സി സാറ് കറക്റ്റ് ചെയ്ത്
ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രത്തിനും വേണ്ട, എൻ്റെ കാര്യമല്ലേ നോക്കുന്നുള്ളൂ. സാർ ഓരോ കഥാപാത്രത്തിനും വേണ്ട എനർജി കാര്യങ്ങൾ എല്ലാം സാർ ഓൾറെഡി ഡോക്യുമെന്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഇടയിലാണ് പാൻഡമിക് വരുന്നതും നിങ്ങൾ ജോർദാനിൽ സ്റ്റക്കായി പോകുന്നേക്ക് ഒരു സമയം. അത് ഇപ്പോൾ നമ്മൾ നേരത്തെ റോബിൻ അദ്ദേഹത്തിനോട് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചും അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. എന്നാൽ പോലും ഇത്രയും റെസ്പോൺസിബിളും ഇത്രയും മെൻ്റലിയും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ, ഇത്രയും ഡയറ്റും കൺട്രോൾ ചെയ്യുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെടുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്? അതായത് മെൻ്റലിയും അത് അഫക്റ്റ് ചെയ്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? പിന്നെ an idle mind is the devil's workshop അങ്ങനെ സംഭവമില്ലേ? അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ചെകുത്താൻ കയറിയിട്ട് കളിക്കുക. അതായത് വെറുതെ ഇരിക്കുമ്പോൾ ഓരോ വേണ്ടാത്ത ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഒബ്വിയസ്ലി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇനി ഷൂട്ട് തുടങ്ങാൻ പറ്റുമോ എന്നുള്ള ആശങ്കകൾ, എന്താ പറയുക, തിരിച്ചു പോകാൻ പറ്റുമോ, ആ അൺസർട്ടനിറ്റി അല്ലേ. അന്ന് ലോകം മുഴുവനും ലോക്കായി പോവാണ്. നമ്മളോടൊപ്പം നമ്മളവിടെ ജോർഡാനിലാണ് പെടുന്നത്. അപ്പോൾ ബാക്കി കുറേ പേരൊക്കെ വീട്ടിലും നാട്ടിലൊക്കെ നിന്ന സമയത്ത് ഞങ്ങൾ വേറൊരു രാജ്യത്ത് കംപ്ലീറ്റ് ആയിട്ട് ഭൂമിയുടെ നടുവിൽ അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വേണ്ടാത്ത ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറേ ശരീരഭാരം കുറയ്ക്കും, എഫേർട്ടൊക്കെ എടുത്തിട്ട് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു രീതിയിലുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ബ്ലസ്സി സാറൊക്കെ ആ ഒരു എന്താ പറയുക ഒരു കപ്പിത്താനെ പോലെ ഒരു ലീഡറിനെ പോലെ ലീഡ് ചെയ്തു. പിന്നെ ബ്ലസ്സി സാറിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ നമ്മൾ കാരിയോക്കെ ഒക്കെ ചെയ്തത്. കാരിയോക്കെ ഒക്കെ വെച്ചിട്ട് പാട്ട് പാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ക്രിക്കറ്റ് കളിക്കുക, ലുഡോ കളിക്കുക, അന്ന് ഭയങ്കര ട്രെൻഡ് ലുഡോ കിങ് ഒക്കെ കളിക്കുക. അങ്ങനെ ഞങ്ങൾക്ക് ടീമൊക്കെ ഉണ്ടായിരുന്നു. എന്റെ റൂമിനെ വാങ്കടയെന്നാണ് വിളിക്കല്, വാങ്കട സ്റ്റേഡിയം പോലെ. അവിടെയാണ് എല്ലാവരും വന്ന് ലുഡോ കളിക്കുക. അങ്ങനെ ഞങ്ങളൊരു ഒരു എന്താ പറയുക കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ ലുഡോ കളിക്കാൻ വേണ്ടി. രഞ്ജിത്തേട്ടനും ചാക്കോ അജിത്തേട്ടനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് രാത്രികളിൽ ഇരുന്നിട്ട് സംസാരിക്കും, കുറേ സംസാരിക്കും. എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറേ സംസാരിക്കും. അവരുടെ കുറേ കഥകൾ പറയും, എൻ്റെ കുറേ കഥകൾ പറയും. അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മേ ബി ആ ഒരു കാരണം കൊണ്ടാവാം വേറൊരു സിനിമാ സെറ്റിലും സംഭവിക്കാത്തൊരു ടൈപ്പ് ഓഫ് ബോണ്ടിങ് അത് ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഫാമിലി ആവുക എന്നൊക്കെ പറയില്ലേ, ഒരു ഇതൊന്ന് ഫാമിലിനെ പോലെ ആവുക എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ബ്രദർഹുഡും സംഭവങ്ങളൊക്കെ നമ്മുടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു ദുരന്തം ഒരുമിച്ച് നേരിടുമ്പോൾ ബോണ്ട്, ആ ഒരു സംഭവം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് പിന്നീടുള്ള ഷൂട്ടിങ്ങിൽ 2022 പിന്നീട് പോയപ്പോൾ ഉണ്ടായ ഷൂട്ടിങ്ങിന് ആ ഒരു ബോണ്ടിങ് നമുക്ക് പിന്നെ കാണുമ്പോഴും ഇത് കെട്ടിപ്പിടിച്ച് നമ്മളൊരു ഫാമിലിയിലെ മെമ്പറിനെ കാണുന്ന പോലെ ആ ഒരു രീതിയിലുള്ള ഒരു ബോണ്ടിങ് ആണ് പിന്നെയും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഫിലിം ഇന്ന് റിലീസായി, അപ്പോൾ ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോയി കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലിയുടെ കണ്ടതിന് ശേഷം ഉണ്ടായിരുന്നു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി ഫാമിലിന്റെ ഒപ്പമല്ല കണ്ട, ഫാമിലി നാട്ടിലാണ്. കാരണം അച്ഛനൊരു സർജറി കഴിഞ്ഞിട്ട്, കാലിന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ അച്ഛന് ഇങ്ങോട്ട് ഇത്രയും ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിൽ തന്നെ ബുക്കൊക്കെ ചെയ്തിട്ട് അവിടുത്തെ പാലിയേറ്റീവ് ഒക്കെ എടുത്ത് ആംബുലൻസിലൊക്കെ കൊണ്ടുപോയി മറ്റേ റിക്ലൈനിങ് സീറ്റിലൊക്കെ ഇരുത്തിയിട്ട് അച്ഛനെ കാണിച്ചു. അപ്പോൾ അച്ഛൻ കഴിഞ്ഞിട്ട് ഇത് പ്രൗഡ് ഓഫ് യു, പ്രൗഡ് ടു ബി യുവർ ഫാദർ, അങ്ങനെ ഒരു. അപ്പോൾ അതിലും വലിയ അംഗീകാരം ഉണ്ടോ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിന്റെ അച്ഛനാകുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് എന്നുള്ളൊരു സാധനം കേൾക്കുമ്പോൾ. അമ്മയാണെങ്കിലും അമ്മയൊന്നും ഇത്ര വിചാരിച്ചില്ല കേട്ടോ. കാര്യം സത്യം പറയുകയാണെങ്കിൽ അമ്മ കുറേ അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്രയൊക്കെ മെലിഞ്ഞാൽ പോരെ, നീക്ക മെലിയണോ, ഇത്ര പോരെ. കാരണം അമ്മേന്റെ നെഞ്ചല്ലേ, എന്തായാലും ഒരു എന്താ പറയുക വിഷമം ഉണ്ടാവുമല്ലോ. മോനിങ്ങനെ പട്ടിണി കിടന്നിട്ട് നിൽക്കുമ്പോൾ. ബ്ലസ്സി സാറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ആ സമയത്തൊക്കെ, വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മോനൊന്നും കഴിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇവരൊക്കെ കണ്ടിട്ട് എൻ്റെ ഏട്ടനൊക്കെ എന്താ പറയാ ഇമോഷണലായി. ഭയങ്കര എന്താ സ്വന്തം അനിയനെ ഇങ്ങനെ ഒരു സ്ക്രീനിലൊക്കെ കണ്ട് ബാക്കി എല്ലാവരും ഓഡിയൻസ് ഒക്കെ സ്വീകരിക്കുന്ന കാണുമ്പോൾ അവർ ഭയങ്കര പ്രൗഡ് മൊമെന്റിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഇനിയിപ്പം എന്താ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? ന്യൂ മൂവീസ് ഇപ്പോൾ എന്താ പറയാ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഫിക്സ് ചെയ്തിട്ടില്ല, നോക്കി ചിന്തിച്ച് തീരുമാനിച്ചിട്ടൊക്കെ പുതിയ ഇതുപോലെ തന്നെയുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഹോപ്പിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. ഇപ്പോൾ ഷോഷാങ്ക് റിഡംഷനിലൊക്കെ പറഞ്ഞ പോലെ ഹോപ്പ് ഈസ് എ ഗുഡ് തിങ്, മേ ബി ദ ബെസ്റ്റ് ഓഫ് തിങ് ആൻഡ് നോ ഗുഡ് തിങ് എവർ ഡൈസ്. അപ്പോൾ ആ ഒരു ഹോപ്പ് ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്നും
എന്താ പറയുക നല്ലൊരു നടനാണെന്നുള്ളൊരു ആളുകൾ അംഗീകരിക്കുന്ന ഒരു സ്റ്റേജിൽ എത്തട്ടെ എന്നുള്ളൊരു അങ്ങനെ ഒരു ആഗ്രഹങ്ങളാണുള്ളത്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഹക്കീമിന്റെ മുഖം ഗോകുലിൻ്റെതാണ്. മലയാളി പ്രേക്ഷകർ മാത്രമല്ല ആടുജീവിതം ബുക്ക് വായിച്ചിട്ടിരിക്കുന്ന ഓരോ ആൾക്കാരുടെ മനസ്സിലും ഇപ്പോൾ ഹക്കീം ഇതാണ്. അപ്പോൾ എക്സ്ക്യൂസ് ഇനിയും അപ്പോൾ ഇതുപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഹക്കീം ഗോകുലിനെ തേടി വരട്ടെ. ഹക്കീം എന്ന് വിളിച്ചാലും ഓക്കെയാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി അത് വയലായിരുന്നു. അപ്പോൾ ഗോകുലിന് ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് തേടി വരട്ടെ. എന്നെ ഒരുപാട് സന്തോഷം. Once again, performance was awesome. Okay, thank you. Thank you from my heart. Yeah, you're welcome. And all the very best and thank you so much. Okay.